ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ വളരെ സ്നേഹത്തിലാണെങ്കിലും പിന്നീട് ധ്രുവങ്ങൾ പോലെ അകന്നു കഴിഞ്ഞാലും വീണ്ടും ആ സ്നേഹത്തിൽ ഒന്നിച്ചു ചേരുന്ന പല ദമ്പതികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് നല്ലൊരു വഴികാട്ടിയായി യൂത്ത് ഗൈഡ് മാറുന്നുമുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനായി പ്രശസ്ത ഫാമിലി കൗൺസിലറായ ശ്രീമതി ഗ്രേസ് ലാൽ നമ്മോടൊപ്പം ഉണ്ട്. മാഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. മാഡം, സ്വാഗതം. യുവജനങ്ങളുടെ പ്രതിനിധിയായി നമ്മോടൊപ്പം ഉള്ളത് താമരശ്ശേരി രൂപതയുടെ KCYM ജനറൽ സെക്രട്ടറിയായ മിസ്റ്റർ കരോളുണ്ട്. കരോളിനെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കത്തിതാണ്. ഞാൻ ചെന്നൈയിൽ നിന്നുമാണ് ഇത് എഴുതുന്നത്. ശാലോമിലെ യൂത്ത് ഗൈഡ് കാണാനിടയായി. എൻ്റെ ജീവിതം ആത്മഹത്യയുടെ വക്കിലാണ്. ഞാൻ MBA വരെ പഠിച്ചു, ജോലിയുമുണ്ട്. പഠനകാലത്ത് കൂടെ പഠിച്ച ഒരു ഹിന്ദു പയ്യനുമായി പ്രണയത്തിലായി. വീട്ടുകാരെ എതിർത്ത് കല്യാണവും കഴിച്ചു. ഇപ്പോൾ ഗർഭിണിയാണ്. ഭർത്താവിൻ്റെ അവഗണനയും മർദ്ദനവും ഏറ്റുമടുത്തു. അയാൾക്ക് വെറുപ്പാണെന്നും ഒഴിഞ്ഞു തരാമോ എന്നും ചോദിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? പ്രണയവിവാഹങ്ങളുടെ ദാരുണമായ അന്ത്യത്തിലേക്കാണ് ഈ കത്ത് വിരൽ ചൂണ്ടുന്നത്. കാരണം ഇപ്പോൾ ഒരുമിച്ച് പഠിക്കുന്ന വർഷങ്ങളോളം, അതെ, പഴയതുപോലെയുള്ള പഠനമല്ല. ഇപ്പം ഡിഗ്രി PG എന്നൊക്കെ പറയുന്നത് പോലെയല്ല. നമ്മളിപ്പോൾ എഞ്ചിനീയറിങ്ങിനോ MBAക്കോ അല്ലെങ്കിൽ മെഡിക്കൽ ലൈനിലൊക്കെ പഠിക്കുമ്പോൾ വർഷങ്ങൾ ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ ഒരുമിച്ച് 3-4 വർഷങ്ങൾ പഠിക്കുമ്പോൾ ചില ഇഷ്ടങ്ങൾ തോന്നും. ആ ഇഷ്ടങ്ങൾ ചിലപ്പോൾ തീവ്ര പ്രണയത്തിൽ അവരെ കൊണ്ട് എത്തിക്കും. ആ തീവ്ര പ്രണയത്തിന് ജാതിയില്ല, മതമില്ല, വിശ്വാസങ്ങളോ വിശ്വാസ പ്രമാണങ്ങളോ ഒന്നുമില്ല. ആ വ്യക്തിയുടെ മാത്രം ഇഷ്ടങ്ങൾ നോക്കിയായിരിക്കും ഇവര് ഇഷ്ടപ്പെടുക. പിന്നെ എപ്പോഴും ഇവർ രണ്ടുപേരും തമ്മിലൊരു പരസ്പരം ഒരു ധാരണയുണ്ടാവും. പഠിക്കുന്ന കാര്യത്തിലായിരിക്കാം, പ്രാക്ടിക്കലിന്റെ കാര്യത്തിലായിരിക്കാം, റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഹെൽപ്പായിരിക്കും. പിന്നെ ദൂരെ വീട് വിട്ടാണ് താമസിക്കുന്നതെങ്കിൽ യാത്ര ചെയ്യാൻ, അല്ലെ പുറത്തുനിന്ന് പോകാൻ, അല്ലെ ഷോപ്പിങ്ങിന് പോകാൻ എപ്പോഴും കൂട്ടായിരിക്കും. അങ്ങനെ കൂട്ടായിട്ട് വരുന്ന ഒരാളുമായിട്ട് പ്രണയത്തിലാവുക സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ട് ധാരാളം. ഇതിനകത്ത് അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു. 2 കാസ്റ്റ് ആയിരുന്നു. ഒരു കാസ്റ്റ് മാറി എന്ന് എനിക്കറിയില്ല. എന്തായാലും വീട്ടുകാരതിനെ എതിർത്തു. വീട്ടുകാരെതിർത്തതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, 2 മതങ്ങൾ തമ്മിൽ ഉള്ള കൂടിച്ചേരലാണ് ഇവിടെ സംഭവിക്കുക. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഒരു ഹിന്ദു പയ്യനായതുകൊണ്ട് ഇവരൊരു ഭയങ്കര വിശ്വാസവും പള്ളിയുമായിട്ട് ഒത്തിരി അടുപ്പമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരതിനെ എതിർത്തത്. അപ്പൊ എതിർത്തപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലാക്കണമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ശരിയാകത്തില്ല. കാരണം ഇവർ തമ്മിലുള്ള ഈ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ചേരൽ ഒരു പക്ഷെ നടക്കുന്നില്ല. കാരണം കല്യാണങ്ങൾ നടക്കുമ്പോൾ 2 കുടുംബങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടാവണം, നമുക്ക് സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ പേരൻസിന് ഒരു പക്ഷെ ഇവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ കല്യാണത്തിന് മുമ്പ് ഇവർ പ്രണയിച്ച് നടക്കുമ്പം സാധാരണ കൂടെ കയ്യെ പിടിച്ചങ്ങ് നടന്നാൽ മതി. പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പം ഇവള് കുടുംബം നോക്കുന്നത്, അല്ലെ ഇവള് ജോലി ചെയ്യുന്നത്, അല്ലെ ഇവളുടെ ആവശ്യമില്ലാത്ത ഇടപെടലുകള്, മാതാപിതാക്കളുടെ ചിലപ്പോൾ ഇവളുടെ മാതാപിതാക്കളുടെ അമിതമായ ഇടപെടലുകളൊക്കെ അവനിൽ ഇവളോടൊരു അകൽച്ചയുണ്ടാക്കി, വെറുപ്പുണ്ടാക്കി. എനിക്ക് ആദ്യം പ്രണയിക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യം, പ്രണയം ഒരിക്കലും വിവാഹ ജീവിതത്തിൽ ആരും കാത്തു സൂക്ഷിക്കുന്നില്ല. ഞാൻ കാണുന്ന പ്രണയ വിവാഹങ്ങളിലെല്ലാം തന്നെ പ്രണയം വിവാഹത്തിന്റെ തലേദിവസം കൊണ്ട് തീരുന്നു. കാരണം തലേദിവസം വൈകിട്ട് വിളിക്കും, നമുക്ക് നാളെ കാണാം, പള്ളി വെച്ച് അമ്പലത്തിൽ വെച്ച് എവിടെ ചെല്ലുവാട്ടെ. അപ്പൊ അതോടുകൂടി പ്രണയത്തിന്റെ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അവിടെ പ്രണയമില്ല. അപ്പൊ അതിനു മുമ്പ് നിന്നെ കാണാൻ ഇഷ്ടമാണ്, സ്വരം കേട്ടില്ലല്ലോ, പക്ഷെ ഒന്ന് കണ്ടില്ലല്ലോ, ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. പിന്നെ കൂടെ താമസിക്കുന്ന ആളോട് നിന്നെ കാണാൻ ഭംഗിയാണ്, അല്ലെ അങ്ങനെ ഒരു ഭർത്താവും ഭാര്യയോട് പറയുന്നില്ല എപ്പോഴും ഇരുന്നോണ്ട് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ, പറയേണ്ട കാര്യമില്ലല്ലോ, കൂടെ ജീവിക്കുന്ന ആളല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതൊന്നും ഇവക്ക് കിട്ടാതെ വരുന്നു. അപ്പൊ അതിനെയാണ് അവൾ അവഗണന എന്ന പേരിൽ ഇട്ടേക്കുന്നത്, എന്നെ അവഗണിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്ന വേറെ കൂട്ടുകെട്ടുകളോ ദുശീലങ്ങളോ വല്ലോ
ഇവൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവും. ഉം. പേരൻസിൻ്റെ സപ്പോർട്ടാണല്ലോ നമുക്കെപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ, അവരാണല്ലോ നമുക്കെല്ലാം ചെയ്തു തരുന്നത്. ഇവിടെ പേരൻസിൻ്റെ സപ്പോർട്ടില്ല, രണ്ടുപേരും ചെന്നൈയിൽ താമസിക്കുക. അപ്പോൾ അവിടെ സപ്പോർട്ടില്ലാതെ വരുമ്പോൾ അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുകയാണ്. പിന്നെ പ്രഗ്നൻസിയിൽ അവൾക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, പഴയ പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ സെക്ഷൽ ലൈഫിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾ ഇവളെ ഉപദ്രവിക്കാനും, അവൾ പറയുന്ന മറുപടികൾ തറുതലൊക്കെ പറയുമായിരിക്കും. കാരണം പ്രണയ വിവാഹത്തിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. മറ്റേ വിവാഹത്തിലാണെങ്കിൽ നമ്മൾ ആളെ ഒന്ന് പഠിച്ച് ഇഷ്ടപ്പെട്ട് അയാളുടെ സ്വഭാവമൊക്കെ ഒന്ന് അറിഞ്ഞ് വന്നിട്ട് നമുക്ക് ധൈര്യമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതിനൊരു 1-2 വർഷമൊക്കെ എടുക്കും. പ്രണയവിവാഹത്തിൽ നമ്മൾ 5-6 വർഷം നടന്നതല്ലേ, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം എതിർത്ത് പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ഇത്. അതുകൊണ്ട് ഇവരോട് ഞാൻ പറയുന്നത്, പ്രണയവിവാഹങ്ങളിൽ സാധാരണ വരുന്ന ദാരുണമായ അന്ത്യത്തിലേക്ക് ഇവർ പോകരുത്. അതായത് വിവാഹമോചനം. അതാണിപ്പോൾ ഒന്നുകിൽ ആത്മഹത്യ അല്ലെ വിവാഹമോചനം. അവരെ കണ്ട് ചിരിക്കാനും കണക്കായിപ്പോയി, ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ, തന്നെ തിരഞ്ഞെടുത്തതല്ലേ, ഇങ്ങനെ കുറ്റപ്പെടുത്താനും ധാരാളം ആൾക്കാരുണ്ടാവും. അവരുടെ മുന്നിൽ നന്നായി ജീവിച്ച് കാണിക്കുക, അത് ഇവരുടെ ആവശ്യമാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ചത് കൊണ്ടോ അല്ലെ വേറെ ആളെ കല്യാണം കഴിച്ചത് കൊണ്ടോ ഞങ്ങളുടെ ജീവിതം ഫ്ലോപ്പായില്ല എന്ന് കാണിച്ചു കൊടുക്കാനുള്ള തൻ്റെ ഇടം. അതുകൊണ്ട് അവർക്ക് ആ നഷ്ടപ്പെട്ടു പോയ പ്രണയം തിരിച്ചു പിടിക്കാം. എവിടെ വെച്ചാണോ അത് നഷ്ടപ്പെട്ടു പോയത്, എന്തുകൊണ്ടാണോ അത് നഷ്ടപ്പെട്ടു പോയത്, അത് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കുക. അവർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയെ വെച്ചിട്ട് അവർ സംസാരിച്ചിട്ട് ഭാര്യയുടെ ഇഷ്ടങ്ങൾക്കൊത്ത് എങ്ങനെ മാറണമെന്ന് ഭർത്താവും, ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കൊത്ത് എങ്ങനെ മാറണമെന്ന് ഭാര്യയും ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ ഇവർക്ക് ആ പഴയ പ്രണയത്തിലേക്ക് പോകാൻ സാധിക്കും. അല്ലാതെ ജീവിതം പോയി എന്ന് അവള് കരയേണ്ട കാര്യമില്ല. കുറച്ചുകൂടി പോസിറ്റീവായിട്ട് എനിക്കിത് സാധിച്ചെടുക്കണം എന്ന വിചാരത്തോടെ അവനെ നേടിയെടുക്കാൻ അവള് ശ്രമിക്കുക. കരോളിന് എന്താണ് പറയാനുള്ളത്? ഈ പ്രണയവിവാഹങ്ങൾ ഇന്ന് കൂടുതലും യൂത്ത് പ്രണയവിവാഹത്തിലൂടെയാണ് വിവാഹിതരാകുന്നത്, അങ്ങനെയാണല്ലോ. അതാണോ താല്പര്യം, അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ? ഏതായിരിക്കും യുവജനങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതും ഫാമിലി സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുന്നത്? എന്താണ് അഭിപ്രായം? രണ്ട് കാര്യങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. പക്ഷെ അതിൽ കവിഞ്ഞ് എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ കാണുന്നത് അതൊരു ഇന്റർകാസ്റ്റ്, ഒരു ഹിന്ദു യുവാവിനെ വിവാഹം കഴിച്ചു എന്നതാണ് എന്നെ അധികം വേദനിപ്പിച്ചൊരു സംഭവം. ഒരുപക്ഷെ നമ്മൾ ഒത്തിരിയേറെ പഠനങ്ങളും മതപഠനങ്ങളും വേദപാഠ ക്ലാസ്സുകളിലും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും ഈ ഒരു രീതി നമ്മുടെ ഇന്നത്തെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അതൊരു പ്രശ്നമല്ല, ഏത് ഒരു രീതിയിലുള്ള ഏത് മതത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിച്ചാലും പ്രശ്നമില്ല എന്നുള്ള ഒരു സ്ഥിതി കാഴ്ചപ്പാടിലേക്കാണ് തീരുമാനം. പക്ഷെ അതിൽ വന്നു ചേർന്ന ഒരു പാളിച്ചയായിട്ടായിരിക്കും ഒരു പക്ഷേ അവർ പ്രത്യേകമായിട്ട് ഞാൻ ഹിന്ദു യുവാവിനെയാണ് വിവാഹം കഴിച്ചതെന്ന് എടുത്തു പറയുന്നുണ്ടെങ്കിൽ അതും മൂലം അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ വിശ്വാസങ്ങളെ സ്വീകരിക്കുന്ന കാര്യങ്ങളിൽ, അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലൊക്കെ ഒരുപക്ഷെ അവർക്ക് താങ്ങാവാനൊന്നും ഒരുപക്ഷെ ഈ ഒരു വിശ്വാസം അവർക്കൊരു പ്രതിസന്ധിയായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത്, നിങ്ങൾ വിവാഹം കഴിക്കുന്ന ഒരുപക്ഷെ പ്രണയവിവാഹിതമായാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും വിരോധമില്ല, മറിച്ച് തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു വരനെ തന്നെ കണ്ടെത്തുവാൻ അവർ പരസ്പര ഒരു ധാരണയോടുകൂടി തിരിച്ചറിയുന്ന നിമിഷമായിരിക്കും ഒരുപക്ഷെ അത് ഒരു നല്ല വിജയകരമായ വിവാഹ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊരു മുന്നറിയിപ്പാണിത്. കാരണം എത്ര നമ്മൾ പറഞ്ഞാലും എന്തൊക്കെ കണ്ടാലും പിള്ളേർ പഠിക്കത്തില്ല. കാരണം ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടവനെ അല്ലെങ്കിൽ വാട്സപ്പിൽ കണ്ടവനെ, ഒരു ദീർഘനാളത്തെ പരിചയം പോലും ഇല്ലാത്തവനെ പെട്ടെന്ന് സ്നേഹിച്ച് 1 മാസം കൊണ്ട് ഇഷ്ടപ്പെട്ട് അടുത്ത മാസം കല്യാണം കഴിച്ച് അടുത്ത മാസം അവൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരു പ്രവണത ചെറുപ്പക്കാരുടെ ഇടയിൽ, അതിനെ പ്രണയവിവാഹം എന്നാണ് പറയുന്നത്. പിന്നെ കൂടെ പഠിക്കുന്ന ആൾക്കാരുമായിട്ട്, ഇനി കൂടെ പഠിക്കുന്നത് തന്നെയല്ല കേട്ടോ, ജോലി ചെയ്യുമ്പോഴും, ഇപ്പം നമ്മൾ ഇന്നത്തെ IT ഫീൽഡ് അല്ലെ ഏത് ഫീൽഡിലാണെങ്കിലും ചിലപ്പോൾ ഈ ജോലി ചെയ്യുമ്പോൾ ഒത്തിരിയേറെ ആണും പെണ്ണും തന്നെ ഇരിക്കുന്നു ഒരു ക്യാബിനിൽ. ചിലപ്പോൾ നൈറ്റ് മൊത്തം ഇവർ ഒരുമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മണിക്കൂറുകളോളം ഇവർ ഒരുമിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴുള്ള ചില ഇഷ്ടങ്ങളിൽ നിന്ന് പ്രണയം ഉണ്ടാവുന്നു. ആ പ്രണയം ഉണ്ടാകുന്ന പിള്ളേരോട് ഞാൻ പറയുന്നത്, മാതാപിതാക്കൾ, കുടുംബം, നമുക്ക് വേണ്ടി ജീവിത പങ്കാളിയെ അന്വേഷിക്കാനായിട്ട് ഒത്തിരി പ്രിയപ്പെട്ടവരെ ദൈവം തന്നിട്ടുണ്ട്. അവർക്കായിട്ട് കുറച്ച് സമയം, അവരെന്തെങ്കിലും നോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് കാര്യമായി എന്തെങ്കിലും ഉണ്ടാവും, അത് തിരിച്ചറിയാൻ പഠിക്കുക. കാരണം ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വളരെയേറെ നാള് മാതാപിതാക്കൾ അന്വേഷിച്ചിട്ടാണ് നമുക്കൊരു പങ്കാളിയെ കൊണ്ടു തരുന്നത്. ഇനി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള് പിന്നെ നമ്മുടെ കുടുംബവുമായിട്ട് ചേരുന്നെങ്കിൽ
നമ്മുടെ മതങ്ങളും ആചാരങ്ങളുമായിട്ട് ചേരുന്നെങ്കിൽ സാധാരണഗതിയിൽ ഇന്ന് മാതാപിതാക്കളൊക്കെ ഒത്തിരി ലിബറലാണ്. അവരങ്ങനെ എതിര് പറയത്തൊന്നുമില്ല. അത് അത്ര നോർമൽ ലൈഫായിരിക്കണം. ഇതിനകത്തൊരു അബ്നോർമാലിറ്റി ഉണ്ട്. ആ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് 2 കാസ്റ്റ്. അപ്പോൾ അത് അവർക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അവർക്ക് ഒരുമിച്ച് ബന്ധു വീടുകളിൽ പോകാൻ പറ്റത്തില്ല, അല്ലെ വീട്ടുകാരുടെ സപ്പോർട്ട് കിട്ടത്തില്ല, അപ്പൻ്റെ അമ്മയുടെ 2 വീട്ടിൽ നിന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ജീവിക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ഫെഡപ്പ് ആകുമ്പോൾ പറയും, നീ എൻ്റെ ജീവിതം തൊലച്ചത്, നീയാ പുറകെ വന്നത്, ഞാനല്ല വന്നത്. മറ്റേ ആളുടെ മേലെ പഴി അങ്ങ് ചാരും. അങ്ങനെ പഴി ചാരിയിട്ട് പിന്നെ ഈ കുറ്റം എല്ലാം ഏറ്റെടുക്കുന്ന ആളുണ്ട്. നീയാണ് എപ്പോഴും നീ കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അവർക്ക് ജീവിതം അവസാനിപ്പിക്കുന്ന നല്ലത് എന്ന് തോന്നുന്നു. അതാണിപ്പോൾ ഇവിടുത്തെ തോന്നല്. ഈ പുതിയ പിള്ളേർ പഠിക്കാൻ പോകുന്നവരായാലും ജോലി ചെയ്യുന്നവരായാലും ഒരു പഠിക്കാൻ പോയാൽ പഠിച്ചു പോരുക, ജോലി ചെയ്യാൻ പോയാൽ ജോലി ചെയ്തിട്ട് പോരുക, ആവശ്യമില്ലാത്ത സൗഹൃദങ്ങൾ അധികം ഉണ്ടാക്കിയെടുക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാതിരിക്കുക, പേരൻസിനുള്ള സ്ഥാനം പേരൻസിന് കൊടുക്കുക. പേരൻസ് ഒരിക്കലും നമുക്ക് മോശമായിട്ടുള്ള ഒന്നും തരില്ല. പേരൻസ് മക്കളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ മക്കൾക്ക് ഏറ്റവും നല്ലത് തരാനാണ് അവരിഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പിള്ളേർ ഇത്തിരി സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുക. അതാണ് എനിക്ക് ഈ ഒരു കത്തിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു വലിയ ഉപദേശം. ചാടിക്കയറി ഒരു തീരുമാനം എടുക്കരുത്, അത് നിങ്ങളുടെ ജീവിതം കൊണ്ട് തൊലയ്ക്കും. എൻ്റെ പേര് ജെസ്സി. ഞാൻ വിവാഹിതയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 3 മാസമായി. വളരെയേറെ പ്രാർത്ഥിക്കുകയും ദിവസവും പള്ളിയിൽ പോവുകയും ചെയ്യുന്ന മാതാപിതാക്കളുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. എന്നാൽ ഭർത്താവിൻ്റെ വീട്ടിലാകട്ടെ കുടുംബ പ്രാർത്ഥന പോലുമില്ല. വൈകുന്നേരം 6 മണി മുതലേ അമ്മ ടി വിയുടെ മുമ്പിൽ ഇരിപ്പാണ്. ഭർത്താവിൻ്റെ അച്ഛനാകട്ടെ രാഷ്ട്രീയ പ്രവർത്തനവുമായി നടക്കുന്നു. വന്നു കയറുന്നത് 10-11 മണിയാവുമ്പോഴായിരിക്കും. ഭർത്താവിന് ബിസിനസ്സാണ്. വരുമ്പോൾ 9 മണി. എനിക്കിവിടെ ആകെ ഒരു ശ്വാസം മുട്ടുന്ന അവസ്ഥ. എന്ത് ചെയ്യാനാവും? വിവാഹം കഴിഞ്ഞിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. വെയിറ്റ് ആൻഡ് സീ. കൊച്ചിനോട് പറയാനുള്ളൊരു കാര്യം, കാരണം നമുക്കിപ്പോൾ കല്യാണം കഴിച്ചൊരു വീട്ടിൽ ചെന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കിയെടുക്കാനൊന്നും 3 മാസം കൊണ്ട് നടക്കില്ല. 3 വർഷം കൊണ്ട് ചിലപ്പോൾ നടന്നു വരത്തില്ല. അവിടെ ചിലപ്പോൾ 5, 8, 10 വർഷം എടുക്കേണ്ടി വരും. അതിനകത്ത് ഇവർ കല്യാണത്തിന് മുമ്പ് അന്വേഷിക്കേണ്ടതായിരുന്നു ഈ കുടുംബം എങ്ങനെയുള്ളതാണ്. ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അയാളുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കാൻ ഒരു പാടുമില്ലായിരുന്നു. അപ്പം അവർ തന്നെ എടുത്ത കല്യാണമൊന്നുമല്ല. അപ്പം അതിനകത്ത് നേരത്തെ അന്വേഷിക്കണമായിരുന്നു. അതൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരുന്നത്, ഇവള് വന്നു 3 മാസമായി. അമ്മയ്ക്ക് അതിനു മുമ്പ് വേറെ പണിയൊന്നും ഇല്ല ഇവിടെ. കാരണം അപ്പം വരുന്ന 11:30, മകൻ വരുന്ന 9 മണിക്ക്. നീ അമ്മ എന്താ ചെയ്യേണ്ടത്? അമ്മ ചെയ്യാൻ സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സ്ത്രീകൾ ചെയ്യുന്നത് അമ്മ ചെയ്തു. സീരിയൽ കണ്ടു. അപ്പം ഇത് സീരിയൽ എന്ന് പറയുന്ന ഒരു 2-3 വർഷത്തേക്ക് നീണ്ടു പോകുന്ന സംഭവമാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം 3 മാസമായി മരുമോള് വന്നെന്ന് പറഞ്ഞ് ഇത് കട്ട് ചെയ്തേച്ച് അവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം ഇവർ തമ്മിൽ എന്താ സംസാരിക്കാൻ പോവുക? അമ്മയ്ക്ക് അത് പറ്റത്തില്ല. അതുകൊണ്ട് മോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് അമ്മയെ വേണേൽ നമുക്ക് 2 പേർക്ക് ഇരുന്ന് കുരിശ് വരയ്ക്കാമെന്ന് പറയാം. അത്രേ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. 3 മാസമൊക്കെ കൊണ്ട് അമ്മ കുരിശ് വരയ്ക്കണ്ടേ? അല്ലെങ്കിൽ ഇനി അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും സീരിയൽ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കുരിശ് വരയ്ക്കാം. അമ്മേനെ ഒന്ന് കുരിശ് വരപ്പിക്കുക എന്നുള്ളത് പതുക്കെ ചെയ്യുക. അത് ആദ്യത്തെ ആവശ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, 11:30 വരുന്ന അമ്മായിപ്പനെ നേരത്തെ വരാൻ നിങ്ങൾക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല. രാഷ്ട്രീയ പ്രവർത്തന. അപ്പൊ അത് അങ്ങേരുടെ വഴിക്ക് വിടുക. രണ്ടാമത് ഭർത്താവ് 9 മണി വരെ പോകുന്നത് ബിസിനസ്സുകാരനാണ് ഭർത്താവ്. അവന് കട അടയ്ക്കാതെ വീട്ടിൽ വരാൻ പറ്റത്തില്ല. അവന്റെ ഫാക്ടറി അടയ്ക്കാതെ അവന് വീട്ടിൽ വരാൻ പറ്റത്തില്ല. ഈ വീട്ടിലെ കഞ്ഞി എന്ന് പറയുന്നത് അവന്റെ കഷ്ടപ്പാടാണ്. ഈ രാഷ്ട്രീയക്കാരൻ കക്ഷത്തിൽ ഡയറി വെച്ചോണ്ട് പോകുന്നവളായിരിക്കും, വരുമാനം ഒന്നും ഉണ്ടാക്കുന്നില്ലായിരിക്കും. ഈ ചെറുക്കൻ കഷ്ടപ്പെടുന്നുണ്ട് ഈ കുടുംബത്തിന് വേണ്ടി. അവനോട് 9 മണിക്ക് മുമ്പ് വരാൻ ഏതായാലും പറയാൻ പറ്റില്ല. പിന്നെ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഭർത്താവ് വന്നു കഴിയുമ്പോൾ അവൾക്ക് പ്രാർത്ഥനയാണല്ലോ അവളുടെ പ്രശ്നം മെയിൻ, അല്ലേ? പ്രാർത്ഥനയാണ് അതിനകത്ത് അവൾ മെയിൻ പ്രശ്നം പറയുന്നത്. അപ്പൊ അവർ രണ്ടുപേരുടെ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞ് അവർക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് 2 പേർക്കും കൂടെ ഒരല്പനേരം പ്രാർത്ഥിക്കാം. അപ്പൊ 2 പേരെ അവള് പ്രാർത്ഥിപ്പിച്ചു. പിന്നെ ഒരാളുടെ പ്രശ്നമേ ഉള്ളൂ. അതിന് ഒരു കുറെ നാൾ കഴിയുമ്പോൾ ഇവരെ എല്ലാരെയും കൂടെ ഒരുമിച്ച് കിട്ടുന്നില്ലെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. വെളുപ്പിനെ ഒരു പ്രാർത്ഥന അങ്ങ് വെക്കണം, എല്ലാരും പോകുന്നതിന് മുമ്പ്. ഇനി ഇവള് ഉദ്ദേശിക്കുന്ന പോലെ 53 മണിയാവും കരുണയുടെ കൊന്തയും ഈ എല്ലാ നൊവേനകളും ചൊല്ലി ഇവരെ പ്രാർത്ഥിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അവള് ചെയ്യേണ്ട പെട്ടെന്ന് ഒരു ഷോർട്ട് പ്രാർത്ഥന. ഭർത്താവും അപ്പനും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. അങ്ങനെ പതുക്കെ ഇവളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. അതിനുവേണ്ടി അവൾ ശ്രമിക്കണം. കാരണം അവളെ ആ കുടുംബത്തിലേക്ക് ദൈവം വിട്ടിരിക്കുന്നത് ആ കുടുംബത്തിന്റെ നവീകരണത്തിന് വേണ്ടിയാണ്. ആ കുടുംബത്തെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ദൈവം അയച്ച ഒരു മെസ്സഞ്ചറാണ് അവള്.
മനസ്സിലായോ? അതായത് അവൾക്ക് പറ്റും, കാരണം അവൾക്ക് ദൈവവിശ്വാസം ഉണ്ടല്ലോ. എവളെന്തിനാ ശ്വാസം മുട്ടേണ്ട യാതൊരു കാര്യമില്ല. ആൾക്ക് TV കാണാൻ ഇഷ്ടമില്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറയണേ എനിക്ക് എന്തെങ്കിലും ലൈബ്രറി ബുക്ക് എടുത്തോണ്ടോ, അത് ഞാൻ വായിച്ചിരിക്കാം, അല്ല മാഗസിൻസ് വായിക്കാം. അവൾക്ക് സീരിയൽ കാണാൻ ഇഷ്ടമില്ല, അവൾ കാണണ്ട, അമ്മ കണ്ടോട്ടെ. പക്ഷേ അമ്മ സീരിയൽ കാണുമ്പോൾ അമ്മയുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനോ, അല്ല അമ്മ വിശക്കുന്നില്ല അമ്മ ചോറ് വിളമ്പട്ടെ എന്നൊക്കെ ചോദിക്കാനോ അവൾക്കൊന്ന് ഇൻ്റർഫിയർ ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവക്ക് വേറെ ഏതെങ്കിലും ഇപ്പം തയ്ക്കാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ തയ്ക്കാം, വരയ്ക്കാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ വരയ്ക്കാം. നീ രാത്രിയിൽ വീട് വൃത്തിക്ക് ഇടുകയോ അച്ചാറിടുകയോ കേക്കുണ്ടാക്കുകയോ എന്ത് വേണേലും ഇവക്ക് ചെയ്യാം. ഇവള് ബോറടിക്കുകയും ശ്വാസം മുട്ടുകയും ചെയ്യണ്ട. അതാണ് അവൾ ആദ്യം ചെയ്യേണ്ടത്. ആ ജീവിതത്തെ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട്, അവള് നല്ലൊരു മിടുക്കി കുട്ടിയാണെങ്കിൽ ആ ഒഴിവ് സമയങ്ങൾ, അമ്മ സീരിയൽ കാണുന്ന സമയത്ത് എത്രയോ പെൺപിള്ളേർ വായിക്കുന്നുണ്ട്, എത്രയോ പെൺകുട്ടികൾ വരയ്ക്കുന്നുണ്ട്, എത്രയോ പെൺകുട്ടികൾ തയ്ക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ബെഡ്ഷീറ്റ് തയ്ക്കുക അല്ലെങ്കിൽ ടവല് എന്തെങ്കിലും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവളുടെ ആ സമയത്തെ അവള് മാറ്റി വെക്കുമ്പോൾ അവൾക്ക് ബോറടിക്കില്ല ജീവിതം, ശ്വാസവും മുട്ടത്തില്ല. പിന്നെ അവൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. ജീവിതം, കുടുംബജീവിതം എന്ന് പറയുന്നത് ഫുൾ ടൈം പ്രാർത്ഥനയല്ല. അങ്ങനെ ആരും തീരുമാനിച്ചു വെക്കണ്ട. എല്ലാം വേണം വീട്ടിൽ. എന്റർടൈൻമെന്റ്സ് വേണം, പൊട്ടിച്ചിരിക്കാൻ പറ്റണം. കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നൊന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു തമാശ പറയാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്കൊന്ന് ഉറക്ക വർത്താനം പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിത് വേറെ എവിടെ പറ്റും? വേറെ ഒരിടത്തും പറ്റത്തില്ല. അതുകൊണ്ട് ആ കുട്ടിയോട് ഞാൻ പറയുന്നത്, ഇപ്പം അമ്മ സീരിയൽ കാണുന്ന ഏതാണ്ട് 7:30 ഉള്ളു. അതിന് മുമ്പ് രണ്ടുപേരും കൂടെ ഒരു 10 നന്മറിഞ്ഞോറിയൊക്കെ ചൊല്ലി അമ്മേനെ സീരിയൽ കാണാൻ വിടാം, ഈ കുട്ടിക്ക് വേറെ കാര്യങ്ങളിലേക്ക് പോകാം. അവള് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു സമയമെടുത്ത് പതുക്കെ പതുക്കെ അവൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഇവരെ ഓരോരുത്തരെയും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് എന്നെ ഒരു എളുപ്പപ്പണി പറഞ്ഞു കൊടുക്കാം. അമ്മായിയപ്പൻ്റെ പ്രായത്തിൻ്റെ, ഭർത്താവിൻ്റെ പ്രായത്തിൻ്റെ, അമ്മായിമ്മയുടെ പ്രായത്തിൻ്റെ, ഈ 3 പേരേ ഉള്ളൂ ഇവിടെ. 3 പേരുടെ പ്രായത്തിൻ്റെ സങ്കീർത്തനം എടുത്ത് അവരെ ദൈവത്തിന് സമർപ്പിച്ച് എല്ലാ ദിവസവും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം അമ്മ സീരിയൽ കാണുമ്പോൾ ഒരു നല്ല കാര്യമായി. തീർച്ചയായിട്ടും അവളുടെ ആഗ്രഹം പോലെ ആ കുടുംബത്തെ അവൾക്ക് നവീകരണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. വെയിറ്റ് ആൻഡ് സീ. അതാ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് എന്തുമാത്രമാണെന്നറിയാം. പ്രാർത്ഥന ഒട്ടുമില്ലാതെ കുടുംബങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അത് വളരെ നമുക്ക് സഹിക്കാവുന്നതിലപ്പുറമല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വേദപാഠ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെയാണ്. അപ്പം ഞാനാണേലും പലപ്പോഴും വേദപാഠ കുട്ടികളോടൊക്കെ നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, വേണ്ട സ്വർഗസ്നായ പിതാവേ, നന്മ നിറഞ്ഞ തുടങ്ങിയ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ ബെർണാദ് പുണ്യവാന്റെ ജപം, ഇങ്ങനെ കുട്ടികൾക്ക് ഒട്ടും അറിയില്ല. നന്നായി കുരിശ് വരയ്ക്കാൻ അറിയത്തില്ലാത്ത കുട്ടികൾ ഇഷ്ടം പോലെയാണ്. നമ്മളെ തന്നെ അത്ഭുതപ്പെടും. നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, വീടുകളിൽ നല്ല രീതിയിൽ പ്രാർത്ഥനകൾ നടക്കുന്നില്ല, അല്ലെ കുട്ടികളെ കുടുംബ പ്രാർത്ഥനകൾക്ക് വേണ്ടത്ര വില നൽകുന്നില്ല, കുട്ടികളെ പ്രാർത്ഥിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് അധ്യാപകർക്ക് ഒരു പരിധിയുണ്ട് ഇവരെ പഠിപ്പിക്കുന്നതിൽ. അപ്പോൾ കുടുംബങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ട പ്രാധാന്യം നിഷേധിക്കപ്പെടുമ്പോൾ ഭാവി തലമുറയെയും അത് വളരെ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ കൂട്ടായ ഒരു കുടുംബങ്ങൾ അതിനുവേണ്ടി പ്രത്യേക ശ്രദ്ധ. നമ്മുടെ പഴയ കാലത്തെ കുടുംബങ്ങളെ നിലനിർത്തിയിരുന്നത് കുടുംബ പ്രാർത്ഥനയാണ്. അത് 2 നേരം പ്രാർത്ഥിച്ചിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു നമുക്ക്. ആ ഒരു തലമുറ എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് കൈമാറിയത് ആ സ്പിരിച്വാലിറ്റിയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കുടുംബങ്ങളെ ബാലൻസ് ചെയ്ത് നിലനിർത്തുന്നത് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനോ അമ്മയാണ്. വല്യപ്പനാകാം, വല്യമ്മയാകാം. ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പോലും ഒരാളെങ്കിലും ആ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന ആളായിട്ടുണ്ടെങ്കിൽ ആ കുടുംബം നശിച്ചു പോകത്തില്ല. അതാണ് നമ്മുടെ ഒരു ദൈവത്തിൻ്റെ ഒരു നിയമമാണ്, ഒരു പദ്ധതിയാണത്. ഒരാൾ ആ കുടുംബത്തിന് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാനുണ്ടാവുക. അപ്പം ഈ കുട്ടിയാണ് ദൈവം അതേൽപ്പിക്കുന്നത്. നിരന്തരമായി പ്രാർത്ഥിക്കാനായിട്ട് അവൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ അവൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരാൾ പ്രാർത്ഥിക്കുന്ന ആളുണ്ടായാൽ മതി. നമുക്ക് എല്ലാവരെയും ഇപ്പോൾ അങ്ങനെ ആക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. കുടുംബം എന്ന് പറയുന്ന ഒരു പരിശീലന കളരിയാണ്, ഒരു പരിശീലന വേദിയാണ്. അവിടെ എല്ലാത്തരം പരിശീലനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ ഓരോ കാര്യങ്ങളിൽ ആ പരിശീലനം കിട്ടണം. ഇവിടെ അപ്പനും അമ്മയും അങ്ങനെ ഒരു പരിശീലനം കൊടുക്കുന്നില്ല മക്കൾക്ക്. അതാണ് അതിനകത്ത് കുഴപ്പമെന്ന് പറയുന്നത്. ഞാൻ എത്ര അകലങ്ങളിലിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോടും, ആഴ്ചയിൽ 1 വീട്ടിൽ വരുന്ന ഭാര്യ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ ആണ്ടിൽ 1 വരുന്നവരൊക്കെയുള്ള അങ്ങനെ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും.
അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ദൂരെ ഇരിക്കുന്ന ആൾക്ക് ഏതായാലും എന്നും ഫോൺ ചെയ്യും ഇവർ തമ്മിൽ. അതെ. വഴക്ക് പിടിക്കാനാണെങ്കിലും ഇവർ ഫോൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് അവസാനിപ്പിക്കുമ്പോൾ ഒരാൾക്കൊരു സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലാം, അടുത്ത ആൾക്ക് അതിൻ്റെ ബാക്കി നന്മ നിറഞ്ഞ പറയും ചൊല്ലാം. അവർക്ക് രണ്ടുപേരും കൂടെ ഒരു 3 നന്മ നിറഞ്ഞ പറയും എങ്കിലും ഒരുമിച്ച് ചൊല്ലാൻ പറ്റും. അതൊരു കുടുംബ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ ഭർത്താവ് 9 മണിക്ക് വരട്ടെ, മറ്റേ ആൾ 11 മണിക്ക് വരട്ടെ, ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരു സമയം കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിക്കാം. അവൾ മിടിക്കുകയാണെങ്കിൽ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്കുള്ള നമ്മുടെ എന്താ പറയുക ഒരു യാത്രയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ്. പണ്ടൊക്കെ നമ്മൾ പായക്കേട്ട് എല്ലാവരും കൂടെ മുട്ടുകുത്തി നിന്ന് കുരിശ് വരച്ച് പരസ്പരം സ്തുതി കൊടുക്കുമ്പോൾ നമ്മുടെ അന്നത്തെ ആ ദിവസത്തെ മുഴുവൻ പ്രശ്നങ്ങളും തീരുന്നത് അവിടെയാണ്. കാരണം അമ്മായിമ്മയും മരുമോളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കാണും. അമ്മായിമ്മ ചിലപ്പോൾ മരുമോള് വൃത്തിയാക്കിയിട്ട് അടുക്കള അമ്മായിമ്മ കുളമാക്കിയിട്ടായിരിക്കും. അപ്പം അതിൻ്റെ ദേഷ്യം അരിശം മനസ്സിൽ വെച്ചായിരിക്കും മരുമോള് നടക്കുന്നത്, ഇനിയും വൃത്തിയാക്കത്തേ ഇല്ലെന്ന് വെച്ച്. പക്ഷെ ആ കുരിശ് വരയ്ക്കാനിരിക്കുമ്പോൾ ഇതെല്ലാം മറന്ന് അവർ കുരിശ് വരച്ചു, സ്തുതി കൊടുത്തു. വേണമെങ്കിൽ ഒരു ഉമ്മയും കൂടെ കൊടുക്കുവാണെങ്കിൽ അത് തീർക്കും. ശരിക്കും ഒരു അനുരഞ്ജനം നടക്കുന്നത് കുടുംബത്തിൽ പ്രാർത്ഥനയിലൂടെയാണ്, പ്രാർത്ഥനാ സമയത്താണ്. ഈ ഫുൾ ടൈം സീരിയൽ കാണുന്ന ഈ അമ്മമാര് സാധാരണ വീടിന്റെ സാധാരണ ചിത്രമാണ്. അല്ലാതെ അതിപ്പോ വലിയൊരു കാര്യമൊന്നുമല്ല. എന്നാൽ അവരതിന് അഡിക്റ്റായി പോവുകയാണ്. അതിന് അഡിക്റ്റായി പോവുക. കുഞ്ഞുങ്ങളെയും കൂടെ മടി വെക്കുന്നു. ഇനി അമ്മമാർക്ക് ഇഷ്ടമില്ല മക്കൾ കാണുന്നത്. ഇപ്പൊ അപ്പന്മാരും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, പണ്ട് അപ്പന്മാരെങ്കിലും കാണാതിരിക്കുമായിരുന്നു. ഇപ്പൊ അപ്പന്മാരും സ്ഥിരം ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് കാണാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അടുത്ത ഓൾട്ടർനേറ്റീവ് നമ്മൾ കണ്ടെത്തണം. ഇവരോടെല്ലാം ഞാൻ പറഞ്ഞു, ഈ അമ്മമാരോടെല്ലാം ഞാൻ പറയുന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണിത്. അതുകൊണ്ട് ആ അമ്മ അതുപോലെയുള്ള അമ്മമാരെ ഇതൊന്ന് നിർത്തുക. എന്നിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും 1-2 കാണുക. ഫുൾ ടൈം കാണാതിരിക്കുക. വൈകിട്ട് ഓൺ ചെയ്ത് 10 മണി വരെ വരാതിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും അതിനകത്ത് ഇഷ്ടം തോന്നുന്ന 1-2 സീരിയൽ കാണുക. ഇനി ഇല്ലെങ്കിൽ ഇവിടെ വേറെ ആരും ഈ അമ്മയ്ക്ക് പകല് കാണാം, പിറ്റേ ദിവസം ഉണ്ട്, ഇത് വീണ്ടും റിപ്പീറ്റ് ഉണ്ട്. പകല് രാത്രി തന്നെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിറ്റേ ദിവസം വേണമെങ്കിൽ ഈ അമ്മയ്ക്ക് ഇത് കാണാം. അത് 1-2 സീരിയൽ പിറ്റേ ദിവസം കാണാൻ വെച്ചിട്ട് ഇങ്ങനെയുള്ള അമ്മമാർ, ഇതിന് അഡിക്റ്റായ അമ്മമാരോടാണ് ഞാൻ പറയുന്നത്, കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. മക്കളെ പരിശീലിപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് നമ്മൾ ആനയിക്കുന്നില്ലെങ്കിൽ നമ്മൾ കൂട്ടുപ്രതികളാകും. പിള്ളേരുടെ തെറ്റുകൾക്ക് മാതാപിതാക്കൾ കൂട്ടുപ്രതികളാകും. അപ്പോൾ ആ കൂട്ടുപ്രതികളായി ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ കടമകൾ നമ്മൾ ഭംഗിയായി ചെയ്യുക. നമ്മളിപ്പോൾ ഈ കുരിശുവര അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിക്കും ഒരു കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് തരുന്നുണ്ട്. ആ കൂട്ടായ്മയ്ക്ക് ശേഷം അവിടെ ഇരുന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പഴയ കാലത്ത് അങ്ങനെയാ, ഉടനെ എഴുന്നേറ്റൊന്നും പോകത്തില്ല. അപ്പോൾ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, കുടുംബങ്ങൾ തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പോസിറ്റീവ് എനർജി കുടുംബങ്ങൾക്ക് കൊടുക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കുട്ടിയോട് പറയുക, പതുക്കെ പതുക്കെ അവൾക്കത് സാധിച്ചെടുക്കാൻ പറ്റും. അവൾ ആഗ്രഹിക്കുന്ന ഒരു കുടുംബം അവിടെ ഉണ്ടാവും. കുറ്റപ്പെടുത്തണ്ട, ആരെയും പഴിചാരുകയും വേണ്ട. അവനവരെ മനസ്സിലാക്കുക, അമ്മയെ മനസ്സിലാക്കുക. ഇത്രയും നാളത്തെ അമ്മയുടെ ഏകാന്തതയിൽ അമ്മയ്ക്ക് അതായിരുന്നു ആശ്വാസം. അപ്പനെ മനസ്സിലാക്കുക. കാരണം അപ്പനില്ലെങ്കിൽ ഇവിടെ നാട് ശരിക്കും കുഴഞ്ഞു പോകും. രാഷ്ട്രീയക്കാരെ നമുക്ക് വേണ്ടതാണ്. അപ്പൻ അതിനകത്ത് മുഴുകി നടക്കുന്നെങ്കിൽ, അപ്പൻ അതിനകത്ത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവള് പിടിച്ചു കെട്ടാനൊന്നും പോകണ്ട. നമുക്ക് ആർക്കത് നടക്കുന്ന കാര്യമല്ല. പിന്നെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റണം. അവർക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, രാവിലെ പ്രാർത്ഥിക്കാം, വൈകിട്ട് പ്രാർത്ഥിക്കാം. അതെ. അപ്പോൾ അങ്ങനെ ഒരു ഇവരുടെ അടുത്ത തലമുറയെ ഇവർക്കുണ്ടാവുന്ന മക്കളെ ഇവർ നല്ല പ്രാർത്ഥനയിലും ഒക്കെ വളർത്തിയെടുക്കാനും അമ്മയ്ക്ക് തീർച്ചയായിട്ടും കഴിയും. അമ്മയുടെ സ്പിരിച്വാലിറ്റിയാണ് അതെ, ഒരു അമ്മയുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതാണ് മക്കളുടെ സ്പിരിച്വാലിറ്റി. എപ്പോഴും അങ്ങനെ അപ്പൻ്റെ സ്പിരിച്വാലിറ്റി അല്ല. ഒരമ്മയാണ് പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നത്, ഒരമ്മയാണ് നമസ്കാരങ്ങൾ പഠിപ്പിക്കുന്നത്. അത് കൊച്ചുകുട്ടികൾക്ക് പോലും അമ്മമാര് കുക്ക് ചെയ്യുന്നതിനിടയിൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചു കഴിയുമ്പോൾ അവർക്കത് സാധിക്കും. അവർക്ക് തീർച്ചയായിട്ടും പിള്ളേർ പഠിക്കും. ഇപ്പം ഞാനൊക്കെ ഓർക്കാറുണ്ട്, ഞാനൊന്നും കുടുംബത്തിൽ ആരും പഠിപ്പിച്ചതൊന്നുമല്ല. ഇത് എല്ലാവരും നിരന്തരമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് നമ്മളങ്ങ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ആരും ഇരുത്തി പഠിപ്പിച്ചിട്ടൊന്നുമില്ല. വല്യമ്മച്ചി പറഞ്ഞത്, എൻ്റെ അമ്മ പറഞ്ഞത് ഞാനും പറയുകയാണ്.
അത് എൻ്റെ മക്കള് പറയുന്നു, കൊച്ചുമക്കള് പറയുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് നന്മ പറഞ്ഞ പറയും ചൊല്ലുമ്പോൾ കുഞ്ഞു കുട്ടി 2 വയസ്സുള്ള കുട്ടി അത് അത് പഠിക്കുകയാണ്. പഠിക്കും. അത് ഈ വയറ്റ് കിടക്കുമ്പോൾ തന്നെ കൊച്ചുങ്ങളെ നമുക്ക് അങ്ങനെ ഒരുക്കാൻ പറ്റും. കാരണം നമ്മൾ ചില പാടുന്ന ചില പാട്ടുകൾ അവര് പ്രസവിച്ച് കഴിഞ്ഞ് കിടക്കുമ്പോഴുണ്ട്, ആ പാട്ട് ഇട്ട് കൊടുത്താൽ അറിയാം ഈ കൊച്ചു ഭയങ്കര സന്തോഷം കാണിക്കുന്നതാണ്. ഇപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പൊ ഒരു കുഞ്ഞു വാവ ഉണ്ടായിട്ടുണ്ട്. പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് മോള് സ്ഥിരം കേട്ടിരുന്ന ഒരു പിന്നെ പാട്ടുണ്ട്, ഒരു ഡിവോഷണൽ സോങ്ങാ. ഇവള് ഈ പാട്ട് ഇപ്പൊ ഇട്ട് കഴിഞ്ഞ ഭയങ്കര ചിരിയാണ്. അപ്പൊ അവൻ ആ പാട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പൊ അതൊക്കെ അമ്മമാരുടെ നന്മകളാണ്. മക്കൾക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന ഓരോ വഴികളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇവളുടെ ഒരു കാലഘട്ടം വരുമല്ലോ, അപ്പൊ അവൾക്കത് മനസ്സിലാകും. അവളൊരു അമ്മയാകുമ്പോൾ മക്കളിലേക്ക് എന്തുമാത്രം സ്പിരിച്വാലിറ്റി കൊടുക്കാൻ പറ്റും. ആ കുടുംബം എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കുടുംബമാണെന്നും അതിൽ ഞാൻ ശ്വാസം മുട്ടുകയല്ല ചെയ്യേണ്ടത്, ഇവിടെ എന്നെപ്പോലെ ഒരാളെ ആവശ്യമായിരുന്നു. നമ്മളിപ്പോ ഓരോരുത്തരെ ഓരോ സ്ഥലത്തേക്ക് അയച്ചില്ലേ, അതെ, അതുപോലെ അവളെ അയച്ചിരിക്കുകയാണ് ആ ദേശത്തേക്ക്, ആ കുടുംബത്തിലേക്ക്. അതിനെ നല്ല പോസിറ്റീവായിട്ട് അവൾ എടുത്തു കഴിഞ്ഞാൽ എത്ര അനുഗ്രഹമായിരിക്കും ആ കുടുംബത്തിൽ. അങ്ങനെ അനുഗ്രഹം അതുപോലെയുള്ള കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള നല്ല പെൺകുട്ടികൾ ചെന്ന് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആശിക്കാം. ദൈവം നമുക്ക് നൽകിയ പങ്കാളിയെ ഹൃദയപൂർവ്വം സ്വീകരിക്കുക. ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന വ്യക്തി അതായിരുന്നു എന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥനയിൽ വളരുക. നല്ല കുടുംബങ്ങൾ തീർച്ചയായും നമുക്കുണ്ടാകും. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. വീണ്ടും കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ. നന്ദി.